ജെൻസി, ആൽഫ, മില്ലേനിയം സംഗീതാസ്വാദകരായ തലമുറകൾക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു റെട്രോ വൈബാണ്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നിലാക്കായം വെളിച്ചം പൊങ്കതേ പരവശം. ഈ പാട്ടിന്റെ സൃഷ്ടാവ് മുജീബ് മജീദുമാണ് ഇന്ന് നമ്മുടെ ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ. അപ്പോൾ നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ശ്രീ മുജീബ് റഹ്മാൻ. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖല്ലേ? സുഖം, നന്നായിട്ട് പോകുന്നു. ഞാൻ പാട്ട് വിശേഷങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കേണ്ടത്. ഇപ്പൊ എല്ലാവർക്കും ഈ ഒരൊറ്റ പാട്ടേ പാടുന്നുള്ളൂ, പാട്ട് എല്ലാവർക്കും ലൂപ്പിലാണ്. അപ്പോൾ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, പടങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രം. ഓക്കെ, ഇപ്പം ഈ വർഷം തന്നെ 3 ഹിറ്റുകളുണ്ട്. അപ്പം കളങ്കാവലിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ പാട്ടിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ്? കളങ്കാവലിലേക്ക് എത്തുന്നത് കിഷ്കിന്ധ ഫിലിം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൽ നിന്ന് കോള് വരുന്നത്, കളങ്കാവലിൽ നിന്ന്. അപ്പൊ അങ്ങനെ ഞാൻ മമ്മൂക്കാനെ പോയി മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് കളങ്കാവലിന്റെ വർക്ക് തുടങ്ങുന്നു. പിന്നെ കേൾക്കുന്ന നിലാക്കായും എന്ന് പറഞ്ഞ ട്രാക്ക് ടുവേർഡ്സ് ദ എൻഡ് നമ്മുടെ സ്കോറൊക്കെ തീരാറായപ്പോഴാണ് അത് കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അതിലത്തെ ക്യാരക്ടർ ഇങ്ങനെ കുറെ പഴയ തമിഴ് പാട്ടുകൾ കേൾക്കുന്നതാണ്. അപ്പൊ ആക്ച്വലി ആദ്യം അത് റൈറ്റ്സ് മേടിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ പിന്നെ ഞാനിങ്ങനെ ഡയറക്ടറിന്റെ അടുത്ത് ചോദിച്ചു നോക്കി, നമുക്ക് ഒന്ന്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് അങ്ങനെ ഒരു പരിപാടി ചെയ്തു നോക്കാനായിട്ട്. അങ്ങനെ ചെയ്തു നോക്കിയത്. ഓക്കെ, ഇപ്പം ഈ സിനിമയുടെ പ്രൊഡക്ഷൻ മമ്മൂട്ടി കമ്പനിയാണല്ലോ, അപ്പം തീർച്ചയായും പാട്ടുകളിലൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ട്രാക്കുകളിലേക്കൊക്കെ വരുമ്പോൾ മമ്മൂക്ക എന്തെങ്കിലും പറഞ്ഞിരുന്നോ? മമ്മൂക്ക ട്രാക്സ് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അത് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞല്ല, ടീമിന്റെ ഉള്ളിൽ നിന്ന്. പിന്നെ ഒരു ദിവസം നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ പരിപാടി കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ സംവിധായകൻ ജിതിൻ കെ ജോസ് ആവശ്യപ്പെട്ടത് തന്നെയായിരുന്നോ? ആദ്യം നമുക്ക് സ്കോർ തുടങ്ങിയപ്പോ എന്റെ മനസ്സിൽ നമുക്കൊരു സ്കോർ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആദ്യം ചെയ്തു പോയത്. പിന്നീടാണ് ജിതിൻ പറഞ്ഞല്ലോ അവിടെ നമുക്കൊരു പാട്ട് തന്നെ വേണം, അപ്പൊ അതിന് ഇങ്ങനത്തെ കുറെ എലമെന്റ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് പടം ഫുള്ള് കണ്ടതുകൊണ്ട് ജിതിൻ എന്താ പറയുന്നതെന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. അപ്പൊ അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. യെസ്. ഓ ശരി. ഇപ്പം ഈ സിനിമ മൊത്തത്തിലും അല്ലെങ്കിൽ ഈ പാട്ടുമൊക്കെ ആണെങ്കിൽ അത് ഒരർത്ഥത്തിൽ ഒരു തിരിച്ചുപോക്കാണല്ലോ. അപ്പം ഈണം, താളം, അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ അതൊക്കെ ആ കാലത്തിന് അനുസൃതമായി വേണം. അപ്പം ഇതിനെല്ലാം പുനഃസൃഷ്ടിക്കുന്നത് മുജീബിനെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയായിരുന്നോ? വെല്ലുവിളിന്റെ അല്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തു നോക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ കുറെ തമിഴ് പാട്ടുകൾ കേട്ട് വളർന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും എന്തൊക്കെയായാലും. പിന്നെ ഈ പറഞ്ഞ പോലെ പഴയ തമിഴ് പാട്ടുകളുടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതായത് രാജാ സാറിന്റെ ഒക്കെ മ്യൂസിക് കേൾക്കുന്നതിന്റെ ഒരു ഫീലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങ് ഇത് ചെയ്തത് അത്രയും എത്ര കണ്ട് ആസ്വദിച്ചാണ് അപ്പൊ ഈ ഒരു മ്യൂസിക്കിലേക്ക് എത്തിയത്? ഇതിൽ ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് മ്യൂസിക്. അത് മ്യൂസിക് തന്നെയാണ് എന്നെ ഡ്രൈവ് ചെയ്യിക്കുന്ന ഒരു മേജർ ഫോഴ്സ് എന്റെ ലൈഫിലായാലും ഇതൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പരിപാടികൾ. ഓക്കെ, ഞാനിനി ഇതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് വന്നാൽ സത്യം പറയുകയാണെങ്കിൽ കളങ്കാവൽ നോക്കുമ്പോൾ അതൊരു ത്രില്ലർ സിനിമയിലെ ഒരു പ്രണയ ട്രാക്കാണ്. അപ്പം അത് ഒരു റെയർ കോമ്പിനേഷനാണ്. അതൊരു ശ്രമകരമായ ടാസ്ക്കാണ്. അതിനൊപ്പം തന്നെ ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതം കൂടി ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഈസി ആയിരുന്നു, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. കാരണം വൺസ് നമ്മൾ പടത്തിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ ഐ തിങ്ക് ആ ഒരു എന്താ പറയാ, ഒരു ക്രിയേറ്റീവ് ഫ്ലോ ഭയങ്കര ഈസിയാണ് എനിക്ക്. അപ്പൊ അത് സോ ആക്ച്വലി സ്കോറിനെക്കാട്ടും കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് പാട്ടുകളുടെ രീതി പോകുന്നത്. സോ അത് തന്നെയാണ് അതിന്റെ ഒരു കോൺട്രാസ്റ്റ് നമ്മൾ വർക്ക് ചെയ്തത്. സ്കോർ വേറെ ടൈപ്പ് സോങ്സ് ആയാലും അത് വേറെ ഒരു കോൺട്രാസ്റ്റ് ആണ് ആക്ച്വലി. അപ്പൊ അത് തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കിയത്. ഓക്കെ, ഈ ആദ്യം ചെയ്തതിൽ വെച്ച് പിന്നീട് ഇപ്പം സംവിധായകനും അല്ലെങ്കിൽ മമ്മൂട്ടിയും ഒക്കെ കണ്ടതിന് ശേഷം ഏതെങ്കിലുമൊക്കെ ഒരു തിരുത്തലൊക്കെ വരുത്തി, ഒരു മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, എല്ലാം സെറ്റായിരുന്നു. നമ്മൾ ആദ്യം കുറച്ചൊന്ന് ഈ പറഞ്ഞ പോലെ വോയിസ് ഒന്ന് കൺഫേം ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഫീമെയിൽ വോക്കൽസ് പഴയ ഒരു റെട്രോ ഫീൽ കിട്ടാനായിട്ടുള്ള ഒരു ഹണ്ട് ഉണ്ടായിരുന്നു. അതിന് മാത്രമേ കുറച്ച് ടൈം എടുത്തു എനിക്കെല്ലാം
തെറ്റായിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കളങ്കാവല് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പലരും കരുതി നമ്മളൊന്നും കേൾക്കാത്ത ഏതോ ഒരു ഇളയരാജ സോങ് ആണെന്ന്. എന്നാൽ അങ്ങനെയല്ല, ഇളയരാജയ്ക്ക് പോലും സംശയം എന്ന രീതിയിൽ ട്രോളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ. അല്ല, അതൊക്കെ വന്നപ്പോൾ അങ്ങനത്തെ ട്രോളൊക്കെ വന്നപ്പോൾ എന്താ തോന്നുന്നത്? കാരണം രാജാ സാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാ മനുഷ്യർക്കും ഈ സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാ മനുഷ്യരുടെയും ഫേവറേറ്റ് ആണ് രാജാ സാറും AR റഹ്മാനും ഒക്കെ. അപ്പം അങ്ങനെ ഒരാളുടെ പാട്ടുമായിട്ടൊക്കെ ഒരു റിസംബ്ലൻസ് ഉണ്ട് എന്നൊക്കെ ആളുകൾ പറയുക, അത് ട്രോൾ ആവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പേഴ്സണലി ഒരു പ്രത്യേക ഒരു ഫീലൊക്കെ തോന്നി, ഒരു സന്തോഷം അധികമായിട്ട് തോന്നില്ലേ? ചിലത് ഭയങ്കര പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ട്രോൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ചിലതൊക്കെ കുറച്ച് എനിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ട്രോൾസും. ഓക്കെ. ഈ ഗായകരെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് നോക്കുന്നത്? പ്രത്യേകിച്ച് ഇപ്പം ഈ നിലാക്കായല് പാടിയ സിന്ധു ഡെൽസൺ, അപ്പം ആ ശബ്ദത്തിലേക്കൊക്കെ എങ്ങനെയാ എത്തുന്നത്? അതില് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പഴയ കൈൻഡ് ഓഫ് വോക്കൽസ് തന്നെയായിരുന്നു നമ്മൾ അന്വേഷിച്ചിരുന്നത്. അപ്പൊ അത് കുറെ ട്രൈ ചെയ്തിരുന്നു, കുറെ വോക്കൽസ് ട്രൈ ചെയ്തു. അപ്പോഴാണ് എന്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന നെവിൻ അവന്റെ അമ്മ ഇങ്ങനെ നന്നായി പാടും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോ തന്നെ ഫസ്റ്റ് ചേച്ചി പാടി വന്ന് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പിന്നെ ബാക്കിയുള്ള രണ്ട് ട്രാക്സ് കൂടെ നമ്മുടെ സിന്ധു ചേച്ചിനെ കൊണ്ട് തന്നെ പാടിച്ചു. ഓക്കെ. പറഞ്ഞോളൂ. അപ്പൊ വോയിസിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പഴയ ഒരു സുശീലാമ അല്ലെങ്കിൽ ജാനകി അങ്ങനത്തെ ഒക്കെ ഒരു വോയിസ് വേണം എന്നുള്ളത് തന്നെയായിരുന്നു. അതെ. ഈ പശ്ചാത്തല സംഗീതത്തിലേക്ക് വരുമ്പോഴേ സംസ്ഥാന അവാർഡിന്റെ തിളക്കം കൂടിയുണ്ട്. ഇപ്പൊ പാട്ടുകളാണോ അതോ പശ്ചാത്തല സംഗീതമാണോ മുജീബ് ആസ്വദിച്ച് അതോ രണ്ടും ഒരേപോലെയാണോ? രണ്ടും എനിക്കിഷ്ടമാണ്. ഞാൻ പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് കൂടുതലും ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് ചെയ്തു വരുന്നത്. കിഷ്കിന്ധ തൊട്ട് കൂടുതൽ പാട്ടുകൾ കുറവാണ്. ഈ പറഞ്ഞ പോലെ രേഖാചിത്രം ആയാലും അതിൽ 2 പാട്ടേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് രണ്ടിന്റെയും പ്രോസസ് ഇഷ്ടമാണ്. ഓക്കെ. ഈ ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്ക് ഇഷ്ടമുള്ള ഒരു സംഗീതജ്ഞൻ ഹാൻസ് സിമ്മറാണ്. ഇപ്പം മുജീബിൻ്റെ RR വർക്കുകളൊക്കെ കാണുമ്പം അങ്ങനെ ഒരു പാറ്റേൺ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പതിയെ തുടങ്ങി ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേനും അതിൻ്റെ ഒരു മൂർത്ത രൂപത്തിലേക്ക് വരുന്നത്. അപ്പം എക്കോയും കിഷ്കിന്ധ കാണ്ടും ഒക്കെ അതിനുള്ള ഉദാഹരണമാണ്. അപ്പം സിനിമയും ഒത്തുള്ള ആ ഒരു സംഗീത സഞ്ചാരം അതെങ്ങനെയാണ്? സിനിമയിൽ അത് ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ്. ഹാൻസ് സിമ്മറിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുള്ളിയുടെ ഒരു ട്രീറ്റ്മെന്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആള് ഫിലിമിന് കൊടുക്കുന്ന ഒരു പുള്ളിയുടെ മ്യൂസിക് വെച്ചിട്ട് ഫിലിമിനെ എലിവേറ്റ് ചെയ്യുന്ന ഒരു ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പുള്ളിയുടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഞാൻ ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതിൽ അതിന്റെ ആ ഒരു പ്രോസസ്സ് ഈ പറഞ്ഞ പോലെ ഭയങ്കര, അതായത് ഒരു ക്യാരക്ടർ പോലെയായിട്ടാണ് ഞാൻ കാണുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ. അപ്പൊ അത് ഒരിക്കലും ഫിലിമിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക്. ഓക്കെ. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കിഷ്കിന്ധ കാലത്തിലെ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ കാണുമ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, അതുകൂടെ കൊണ്ടാണ്. മുജീബ് ഈ സിനിമയ്ക്കൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയാണോ അതോ സിനിമ തിരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയാണ്? ഫിലിം തെരഞ്ഞെടുക്കുന്ന ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഡയറക്ടറായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, പിന്നെ സ്ക്രിപ്റ്റ് അല്ലെ പുള്ളി പറയുന്ന സ്റ്റോറിയിലുള്ള ഒരു ഇതൊക്കെ തന്നെയാണ് കൂടുതലും ഞാൻ ഡിസൈഡ് ചെയ്യാനുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ എസ്പെഷ്യലി ഡയറക്ടറായിട്ടുള്ള വൈബ്, പിന്നെ പുള്ളിക്കുള്ള ഒരു ക്ലാരിറ്റി ആ ഫിലിമിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി, ഇതൊക്കെ തന്നെയാണ് എനിക്കും ഒരു കോൺഫിഡൻസ് വരുന്നത് പടം കമ്മിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. മുജീബ് അപ്പം സ്ക്രിപ്റ്റ് വായിക്കാറുണ്ട്. ഇപ്പം സംവിധായകൻ വന്ന് പറയുന്ന സമയത്ത് തന്നെ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചതിന് ശേഷമാണോ ഈ മ്യൂസിക്കിലേക്ക് കടക്കുന്നത്? അങ്ങനെയാണോ? ഇല്ല, ഇതുവരെ ഇങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് കൂടുതൽ വിഷ്വൽസ് കാണുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഐഡിയാസ് ഒക്കെ വരുന്നത്. കാരണം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ പലപ്പോഴും ഞാൻ എന്റെ രീതിയിൽ അത് വിഷ്വലൈസ് ചെയ്യാനൊക്കെ നോക്കും. അപ്പോ ചിലപ്പോ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ അതൊന്നും ആവില്ല. അപ്പൊ ഞാൻ കൂടുതൽ പടം ഫുൾ അറ്റ്ലീസ്റ്റ് ഒരു 80 അല്ലെങ്കിൽ 75% ഒക്കെ എഡിറ്റ് കഴിയുമ്പോഴാണ് ഞാൻ കൂടുതലും പടം കാണുന്നത്. ഓക്കെ. എനിക്ക് കൂടുതൽ അങ്ങനെയാണ് വർക്ക് ചെയ്യാൻ ഇഷ്ടം. ഓ ശരി. ഇപ്പം ഈ കളങ്കാവലിന്റെ വിശേഷത്തിൽ തന്നെ വരുമ്പോഴാണെങ്കിലേ, ഇപ്പൊ കളങ്കാവലില് ആദ്യമായിട്ട് ചെയ്ത് തന്നെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു അതോ 2-3 എണ്ണം ചെയ്യേണ്ടി വന്നു ഇപ്പം നിലാക്കായൽ അടക്കമുള്ളത്? സോങ്സ് എല്ലാം ഫസ്റ്റ് ഇതിൽ തന്നെ
ഇത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യം ചെറിയൊരു ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു പുള്ളിക്ക് ഇത് വർക്ക് ആവും. പിന്നെ അത് അങ്ങനെ സീനിന്റെ കൂടെ ഒക്കെ പ്ലേസ് ചെയ്ത് വെച്ചപ്പോഴേ പുള്ളിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ ഓക്കെ. ഈ പാട്ടിപ്പം ഇത്രയും ഹിറ്റായി, സിനിമ വൻ ഹിറ്റാണ്, പാട്ട് വൻ ഹിറ്റാണ്. അപ്പം ഈ ആദ്യമായിട്ട് അത് അറിഞ്ഞൊരു മൊമെന്റ് ഉണ്ടല്ലോ, സിനിമ ഹിറ്റായേ എന്ന് അറിഞ്ഞ ആ ഒരു ഫോൺ കോൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? അത് അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞ പോലെ പടം മൊത്തത്തിൽ നല്ല രസമുണ്ട് എന്ന് പറയുമ്പോ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ. അപ്പൊ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പം കളങ്കാവിൽ തന്നെ ഇപ്പം ഇതുവരെ കാണാത്തല്ലേ മലയാളികൾക്ക് മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു വിഗ്രഹമുണ്ട് ഈ മലയാളികളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെയൊക്കെ മനസ്സിൽ. അപ്പം മമ്മൂട്ടി തന്നെ ഒരു പുതിയ രൂപത്തിൽ, അല്ലെങ്കിൽ പുതിയൊരു ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയാണ് നമ്മൾ കളങ്കാവിലൂടെ കാണുന്ന മമ്മൂട്ടി. അപ്പോൾ അങ്ങനെ ഒരു സിനിമയിൽ ഈ നിലാക്കായൽ പോലൊരു പാട്ട് വരുന്നു, അതിനൊരു പുതിയ ശബ്ദത്തെ കൊണ്ടുവരുന്നു, ഒരു പുതിയ മ്യൂസിക് വരുന്നു. അപ്പം ആ സമയത്ത് ഇത് ഹിറ്റാവോ ഇല്ലയോ, അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആദ്യം? അങ്ങനെ ഹിറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് എന്റെ മാക്സിമം ഇടാന്നുള്ളത്, എന്റെ മാക്സിമം എഫേർട്ട്, അല്ലെങ്കിൽ ആ പടത്തിന് എന്താണോ വേണ്ടത് അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ മമ്മൂക്കാടെ ഇപ്പൊ കുറച്ചു കാലത്തെ ഉള്ള പുള്ളി സെലക്ട് ചെയ്യുന്ന മൂവീസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അപ്പൊ എനിക്ക് ആക്ച്വലി സ്കോർ ചെയ്തു തുടങ്ങിയപ്പോ തന്നെ സ്ക്രീനിലുള്ള മാജിക് തന്നെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിരുന്നു. ഇപ്പൊ സ്കോർ ചെയ്യാനാണെങ്കിലും പാട്ടുകൾ ചെയ്യാനാണെങ്കിലും ഇപ്പൊ ഒരു കൈൻഡ് ഓഫ് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല ഇങ്ങോട്ടും ഇങ്ങോട്ടും, ലൈക്ക് ഇപ്പൊ സ്കോറിന്റെ സൈഡ് ആണെങ്കിലും അടിപൊളിയാക്കണം എന്നുള്ള രീതിയിൽ ഇറ്റ് വർക്ക്. ഓക്കെ. ഒരു ത്രില്ലറാണോ മുജീബിന്റെ, ഒരു ഇഷ്ട ഏരിയ ത്രില്ലറാണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ ഫസ്റ്റ് ഫിലിം റൊമാൻറ്റിക് ഫിലിം മൂവിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തിങ്കളാഴ്ച നിശ്ചയം ചെയ്യുന്നത് അത് കുറച്ചൊരു ഫൺ ഫാമിലി ഇതായിരുന്നു, ഡ്രാമ. പിന്നെ 2017 മുതലുള്ള മുജീബിന്റെ ഒരു കരിയർ ആണ്. അപ്പം ഈ കരിയർ നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ തന്നെ ഒരു സംഗീത പശ്ചാത്തലമൊക്കെ ഉണ്ട്. സിനിമയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നോ? അല്ല, ഞാൻ എനിക്ക് തോന്നുന്നു 2003 ഞാൻ എന്റെ ഫസ്റ്റ് ഒരു ഏഷ്യാനെറ്റ് പ്ലസിലെ ഹൃദയരാഗം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് വേണ്ടിയാണ് ഞാൻ ഫസ്റ്റ് മ്യൂസിക് ചെയ്യുന്നത്, അതിന്റെ ടൈറ്റിൽ ട്രാക്ക്. പിന്നെ അവിടുന്ന് ഈ പറഞ്ഞ പോലെ സ്വന്തം പഠനം ഉണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ അങ്ങനെയൊക്കെ. പിന്നെ 2008 മുതൽ ഞാൻ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി, കീബോർഡ് പ്രോഗ്രാമറായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി വർക്ക് ചെയ്തു, ഷോർട്ട് ഫിലിംസിന്റെ മ്യൂസിക് ചെയ്തു. അങ്ങനെ അന്ന് മുതലുള്ള ആഗ്രഹം തന്നെയാണ് ഫിലിമിലേക്ക് വരണം എന്നുള്ളത്. ഓക്കെ. ഇപ്പം ഈ ഇൻഡസ്ട്രിയിലെ മുൻ മാതൃകകളുണ്ടോ? പിന്നെ കുറെ പേരുണ്ട്. എന്റെ ഈ പറഞ്ഞ പോലെ വിദ്യാസാഗർ സാറ്, ഔസപ്പച്ചൻ സാർ, ജോൺസൺ മാഷ്, അതുപോലെ എസ് ബാലകൃഷ്ണൻ, അങ്ങനെ കുറെ മലയാളത്തിലെ കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ്. പിന്നെ ഒബിയസ്ലി AR റഹ്മാൻ, ഇളയരാജ, ജയരാജ്, അമിത് ത്രിവേദി, കുറെ പേരുണ്ട്. ഈ മുജീബ് ഒരു ഗായകൻ കൂടിയാണ്. അപ്പൊ ഒരു പാട്ടായാലോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി? നല്ല ഗായകരല്ല, ട്രാക്ക് പാടുന്നല്ലാണ്ട്. അല്ല, ഒരു 2 വരി, നിലാക്കാലിന്റെ തന്നെ ഒരു 2 വരി. ഓക്കെ. നിലാക്കായും വെളിച്ചം പൊങ്കുതേ പരവസം കണ്ണുകൾ ഉറങ്ങാமல் എഴുതേ മുഖം. കൊണ്ടറിഞ്ഞിരിക്കാവുന്നു. കുഴപ്പമില്ല. ഇപ്പോ നേരത്തെ ഈ സിനിമയിലെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പം ഇടയിൽ യൂട്യൂബ് കമന്റുകളൊക്കെ നോക്കുമ്പോൾ കാണാം അണ്ടർ റേറ്റഡ് എന്നൊക്കെ. ഉദാഹരണത്തിന് രേഖാചിത്രത്തിലെ പാട്ട്, തിങ്കളാഴ്ച നിശ്ചയത്തിലെ പാട്ട്. മുജീബിന് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ? ഇല്ല, ഐ തിങ്ക് നമ്മള് മ്യൂസിക്, അത് എനിക്ക് തോന്നുന്നു എപ്പോഴായാലും അതിന് കിട്ടേണ്ട ഒരു സമയമാകുമ്പോൾ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ആ സമയത്ത് പടത്തിനൊക്കെ എങ്ങനെ വേണം അത് ഞാൻ ഐ തിങ്ക് അന്നത്തെ എന്റെ മാക്സിമം ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുള്ളു. അപ്പൊ അതിനുള്ള റിസൾട്ട് പതുക്കെ വന്നോളൂ വിശ്വസിക്കുന്നുണ്ട്. ഇതിപ്പോഴേ വേറൊരു കാലം കൂടിയാണല്ലോ ഈ കുത്തുപാട്ട്, ഫാസ്റ്റ് നമ്പേഴ്സ്, ഹീറോ എലിവേഷൻ. മുജീബ് ഇതുവരെ ഈ ട്രാക്ക് പിടിച്ചങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഉടൻ അങ്ങനെ ഒരു ട്രാക്കിലേക്ക് മുജീബ് വരുമെന്ന് പ്രതീക്ഷിക്കാമോ, അതോ വഴിമാറി സഞ്ചരിക്കാനാണോ ഇഷ്ടം?
വഴിമാറി സഞ്ചരിക്കാനും ഇഷ്ടമാണ്. എനിക്ക് ഈ ഇങ്ങനത്തെ ജോണേഴ്സ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് ഈ Okay. പറഞ്ഞ പോലെ ഫിലിം എന്ത് ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഉം, ഉം, ഉം. എന്തായാലും അങ്ങനത്തെ ഒരു പടം വന്നു കഴിഞ്ഞാൽ അതിൽ കൈവയ്ക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ എത്രയും വേഗം വരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഈ പാട്ടുകളൊക്കെ കേട്ടെ വീട്ടിലുള്ളവരുടെ അഭിപ്രായം എന്തായിരുന്നു? എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആഹ് അവര് ആക്ച്വലി എന്റെ ഒരു ജേർണി കണ്ടിട്ടുള്ളത് കുറെ കാലങ്ങളായിട്ട്. Okay. ഇപ്പം ഈ പാട്ടുകളൊക്കെ ഇപ്പം നമ്മുടെയൊക്കെ നമുക്ക് തന്നെ ഓൺ ലൂപ്പാണ്. കണ്ടു കഴിഞ്ഞ് സിനിമ കാണുന്നതിന് മുൻപേ പാട്ട് ഹിറ്റായിരുന്നു, അപ്പോഴേ കേട്ടു. പിന്നീട് സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ആ പാട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം വീട്ടിനുള്ളിലും ഈ മൂളിപ്പാട്ട് എല്ലാ ദിവസവും കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഞാനിങ്ങനെ ഒരു ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അവിടെ എല്ലാവരും ഇതിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നു. അപ്പൊ അത് Okay. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി. ഓക്കെ, മുജീബ്, അപ്പോൾ പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഞാനിപ്പോ ഇതേ ചത്താപ്പച്ച എന്ന് പറഞ്ഞൊരു ഫിലിം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓക്കെ, അപ്പൊ അത് ഉടനെ പ്രതീക്ഷിക്കാം. അത് ജാനിലായിരിക്കും റിലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മുജീബ്, ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. വരുന്ന പ്രോജക്റ്റുകളൊക്കെ അടിപൊളിയാകട്ടെ, ഇനിയും ഒത്തിരി ഹിറ്റുകൾ ഉണ്ടാകട്ടെ. ഞങ്ങൾക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് സന്തോഷം. നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കളങ്കാവിലെ കാണാത്ത ആരുമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മുടെ പ്രേക്ഷകർ, ഹലോ മലയാളത്തിൻ്റെ, ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകരൊക്കെ നല്ല സിനിമകൾ ഇറങ്ങിയ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുന്നവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും കണ്ടു കാണും. ഈ നിലാക്കായം വെളിച്ചം പൊങ്കുതേ പരവശം പാടാത്ത ഒരു മനുഷ്യനും ഉണ്ടാവത്തുമില്ല. അപ്പം മ്യൂസിക് ഡയറക്ടറിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്.